നമസ്കാരം. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിലെ ലഹരി വിമോചന കേന്ദ്രത്തിന് നേരെയുണ്ടായ ദാരുണമായ വ്യോമാക്രമണം ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ ദുരന്തങ്ങളിലൊന്നാണ്. 400-ലധികം മനുഷ്യജീവനാണ് ആ ഒരൊറ്റ ആക്രമണത്തിൽ പൊലിഞ്ഞത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടമെന്ന പേരിൽ പാകിസ്ഥാൻ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ അഫ്ഗാൻ മണ്ണിലെ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ ഭാരതം അവിടെ സ്നേഹത്തിൻ്റെയും സഹായത്തിൻ്റെയും കരുതലാവുകയാണ്. തകർന്നടിഞ്ഞ ആശുപത്രി സമുച്ചയത്തിലേക്കും പരിക്കേറ്റ നൂറുകണക്കിന് ആളുകൾക്കുമായി ഭാരതം അയച്ച 2.5 ടൺ മെഡിക്കൽ സാമഗ്രികൾ കേവലമൊരു സഹായം എന്നതിലുപരി അഫ്ഗാൻ ജനതയോടുള്ള ഭാരതത്തിൻ്റെ ദൃഢമായ ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ രൂപപ്പെട്ടിരിക്കുന്ന യുദ്ധസമാനമായ സാഹചര്യം ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തെ അതീവ ഗുരുതരമായ ഒരു ഘട്ടത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. താലിബാൻ ഭരണകൂടം ഭീകരർക്ക് അഭയം നൽകുന്നുവെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ അഫ്ഗാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് കാബൂൾ കാണുന്നത്. സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകുമെന്ന് അഫ്ഗാൻ നേതാക്കൾ പ്രഖ്യാപിക്കുമ്പോൾ മേഖലയിൽ ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധത്തിനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ നിലപാട് ലോകരാഷ്ട്രങ്ങൾ അതീവ താൽപ്പര്യത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇതുവരെ മാനുഷികമായ സഹായങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ഇന്ത്യയുടെ ഇടപെടൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. പാകിസ്ഥാനുമായുള്ള അഫ്ഗാനിസ്ഥാന്റെ സംഘർഷം മുറുകുമ്പോൾ ഇന്ത്യ സൈനികപരമായ സഹായങ്ങൾ നൽകുമോ എന്ന ചോദ്യം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിലവിൽ ഇന്ത്യ മെഡിക്കൽ സാമഗ്രികളും ഭക്ഷണവും നൽകി അഫ്ഗാൻ ജനതയെ ചേർത്ത് പിടിക്കുമ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം തുടരുകയാണെങ്കിൽ ഇന്ത്യ തൻ്റെ നയതന്ത്രത്തിൽ മാറ്റം വരുത്തിയേക്കാം. അഫ്ഗാനിസ്ഥാന്റെ പ്രതിരോധത്തിനായുള്ള ആയുധങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് ഇന്ത്യ ആലോചിച്ചാൽ അത് പാകിസ്ഥാന് വലിയൊരു തിരിച്ചടിയാകും. മേഖലയിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധത്തിന് ആഹ്വാനം ചെയ്യില്ല എങ്കിലും പാകിസ്ഥാന്റെ ഭീകരവാദ അനുകൂല നിലപാടുകൾക്കെതിരെ അഫ്ഗാനിസ്ഥാനെ ഒരു പ്രതിരോധ ശക്തിയായി മാറ്റുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമായി മാറാൻ ഇടയുണ്ട്. ചരിത്രപരമായി നോക്കിയാൽ അഫ്ഗാനിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും വിദ്യാഭ്യാസ മേഖലയിലും ഇന്ത്യ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അഫ്ഗാൻ പാർലമെൻറ്റ് മന്ദിരവും സൽമ ഡാമും ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ ഇന്ത്യയുടെ സൗഹൃദത്തിൻ്റെ അടയാളങ്ങളുമാണ്. എന്നാൽ നിലവിലെ അസ്ഥിരമായ സാഹചര്യം ഇന്ത്യയെ കൂടുതൽ കടുപ്പമേറിയ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം. പാകിസ്ഥാൻ നടത്തുന്ന അതിർത്തി ലംഘനങ്ങളെ നേരിടാൻ അഫ്ഗാൻ സൈന്യത്തെ പ്രാപ്തമാക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാകും. ഇന്ത്യ നൽകുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ അഫ്ഗാന് ലഭിക്കുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിലെയും ദക്ഷിണേഷ്യയിലെയും രാഷ്ട്രീയ ബലാബലങ്ങളെ മാറ്റിമറിക്കും. അഫ്ഗാൻ ജനതയുടെ അതിജീവനം ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഒരു വശത്ത് പട്ടിണിയും രോഗങ്ങളും, മറുവശത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള ബോംബാക്രമണങ്ങളും അവരെ തളർത്തുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ നീട്ടുന്ന സഹായഹസ്തം വലിയൊരു ആശ്വാസമാണ്. എങ്കിലും ശാശ്വതമായ സമാധാനത്തിന് സൈനികമായ കരുത്തും അത്യന്താപേക്ഷിതമാണെന്ന യാഥാർത്ഥ്യം അവശേഷിക്കുന്നു. ഇന്ത്യയുടെ മാനുഷിക പരിഗണനകൾ സൈനിക സഹായമായി പരിണമിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും. ഭീകരവാദത്തെ തുരത്താനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.